Software testing life cycle and phases. The testing process divided into a well-defined sequence of steps is termed as the software testing life cycle. അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഏതൊക്കെ ഫേസസിലൂടെയാണ് കംപ്ലീറ്റ് ആവുന്നത്, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഓപ്പറേഷനും ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഏതൊക്കെ ഫേസസിലൂടെയാണ് കംപ്ലീറ്റ് ആവുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗറിൽ 4 ഫേസസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഫേസസിലൂടെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആവുന്നത്. ടെസ്റ്റ് പ്ലാനിംഗ്, ടെസ്റ്റ് ഡിസൈൻ, ടെസ്റ്റ് എക്സിക്യൂഷൻ, പോസ്റ്റ് എക്സിക്യൂഷൻ ഓർ ടെസ്റ്റ് റിവ്യൂ. ഇപ്പോൾ ഈ ടെസ്റ്റ് പ്ലാനിംഗ് മുതൽ ഈ ലാസ്റ്റ് ഫേസ് ആയിട്ടുള്ള പോസ്റ്റ് എക്സിക്യൂഷൻ വരെയാണ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ടെസ്റ്റ് പ്ലാനിംഗ് ഉണ്ട്, ടെസ്റ്റ് ഡിസൈൻ ഉണ്ട്, ടെസ്റ്റ് എക്സിക്യൂഷൻ ഉണ്ട്, പോസ്റ്റ് എക്സിക്യൂഷൻ ഉണ്ട്. ഇനി ഓരോ ഫേസും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫേസ് വരുന്നത് ടെസ്റ്റ് പ്ലാനിംഗ് ആണ്. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഡിസിഷൻ ഫോർ ടെസ്റ്റിംഗ് പ്രോസസ്. അപ്പം പ്ലാനിങ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം വേണ്ടത് എന്താണ്, അതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഇപ്പോൾ ടെസ്റ്റിംഗ് പ്രോസസ്സിനെ പറ്റി ഒരു കറക്റ്റ് പ്ലാനിങ് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്ന ആ ഒരു സ്റ്റേജിന്, ആ ഒരു ഫേസിന് പറയുന്ന പേരാണ് ടെസ്റ്റ് പ്ലാനിങ്. എങ്ങനെയൊക്കെ ചെയ്യണം, ആരാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഒരാൾ മതിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റേഴ്സ് വേണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് പ്ലാനിങ്ങിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഫോളോയിങ് ആർ ദ ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ടെസ്റ്റ് പ്ലാനിങ്. ഡിഫൈനിങ് ടെസ്റ്റ് സ്ട്രാറ്റജി. ഫസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് പ്ലാനിങ്ങിൽ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താണ്, ഡിഫൈനിങ് ടെസ്റ്റ് സ്ട്രാറ്റജി. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി സെലക്ട് ചെയ്യുക. അടുത്തത് പറയുന്നത് എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ്, ദ ഡ്യൂറേഷൻ ആൻഡ് കോസ്റ്റ്. അപ്പോൾ എന്താണ്, എത്ര ടെസ്റ്റ് കേസസ് ആവശ്യമുണ്ട്, ടെസ്റ്റ് കേസ് എന്താണ്, ടെസ്റ്റ് കേസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ടെസ്റ്റ് കേസ് എത്ര എണ്ണം വേണം, ഒന്ന് മതിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് കേസസ് ആവശ്യമുണ്ടോ, അതിൻ്റെ ഡ്യൂറേഷൻ അതുപോലെ തന്നെ കോസ്റ്റ് ഡിസൈഡ് ചെയ്ത് വെക്കുക. ഇനി എന്താണ്, പ്ലാൻ ദ റിസോഴ്സസ് ലൈക്ക് മാൻ പവർ ടു ടെസ്റ്റ്, ടൂൾസ് റിക്വയർഡ്, ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്. ഇനി അടുത്ത എന്താണ്, മാൻ പവർ, ടെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ടെസ്റ്റേഴ്സിനെ ഫിക്സ് ചെയ്ത് വെക്കുക. ആരാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഒരാളാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റേഴ്സ് ആവാം. ഇനി എന്ത് ടൂൾസ് ആണ് അല്ലെങ്കിൽ എന്ത് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. ഇനി ഐഡൻറ്റിഫൈയിങ് ഏരിയാസ് ഓഫ് റിസ്ക്. ഇപ്പോൾ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഒരു സോഫ്റ്റ്വെയറിൽ റിസ്ക് വരാൻ ചാൻസ് ഉള്ള ആ ഒരു പാർട്സ്, അതായത് എറർ കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉള്ള പാർട്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. എന്നാൽ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓരോരോ പാർട്ടിൽ ഈ ഒരു പാർട്ടിൽ ഇത്ര കൂടുതൽ റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കെയർഫുൾ ആയിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് അവിടെ എറർ കൂടുതലുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മെത്തഡോളജീസ്, ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഫോർ വേരിയസ് ടെസ്റ്റ് കേസസ്. ഇപ്പോൾ ടെസ്റ്റ് കേസ് ഒന്നിൽ കൂടുതലോ ആവാം. അപ്പോൾ ഓരോ ടെസ്റ്റ് കേസിനും ആവശ്യമായിട്ടുള്ള മെത്തഡോളജി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഈ ടെക്നിക്സും ടൂൾസും എല്ലാം കൂടി ചേർന്നതാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടെസ്റ്റ് കേസിനും ആവശ്യമായിട്ടുള്ള മെത്തഡോളജി അല്ലെങ്കിൽ ടൂൾസും ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത്, ബ്ലാക്ക് ബോക്സ് ആണോ വൈറ്റ് ബോക്സ് ആണോ, അതിലേത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ആണോ ഡൈനാമിക് ടെസ്റ്റിംഗ് ആണോ യൂസ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ടെസ്റ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഡിസിഷൻ എടുക്കുകയാണ്. അവിടെ നമ്മൾ തുടങ്ങിയിട്ടില്ല, ടെസ്റ്റിംഗ് ഓപ്പറേഷൻ തുടങ്ങിയിട്ടില്ല, ടെസ്റ്റിംഗ് എങ്ങനെ പെർഫോം ചെയ്യാമെന്നുള്ള ഡിസിഷൻസ് എടുക്കുന്ന ആ ഒരു ഫേസാണ് ടെസ്റ്റ് പ്ലാനിംഗ്. The major output of test planning is the test plan document. അപ്പോൾ ആ ടെസ്റ്റ് പ്ലാനിങ്ങിൽ എന്തൊക്കെ ഡിസിഷൻ എടുത്തു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ തീരുമാനിച്ചിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്റ് അവിടെ ഡെവലപ്പ് ചെയ്യാണ്, ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാണ്. ആ ഡോക്യുമെൻറ്റിന് പറയുന്ന പേരാണ് ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻറ്റ്. എന്തൊക്കെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തു വെക്കും. ആ ഡോക്യുമെൻറ്റിന് പറയുന്ന പേരാണ് ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻറ്റ്. അനാലിസിസ് ഈസ് ഡൺ ഫോർ എവറി ടെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇനി എന്താണ്, ആ ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻ്റ് വെച്ച് ഒരു അനാലിസിസ് പെർഫോം ചെയ്യാണ്. നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, ഇനി അതിൻ്റെ ഒരു അനാലിസിസ് ഒന്നും കൂടി അതിനെ അനലൈസ് ചെയ്യാൻ പോവാണ്. ആഫ്റ്റർ അനലൈസിങ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ്. അപ്പോൾ ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻ്റ് ഡെവലപ്പ് ചെയ്തു, അതിനെ ഒന്നും കൂടെ അനലൈസ് ചെയ്തു, എല്ലാം കറക്റ്റായിട്ട് തന്നെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുത്തതൊക്കെ കറക്റ്റ് ആണോ, ഇനി മാറണോ, ഇത്തരം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തു. അതിനുശേഷം അനാലിസിസിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, ഡെവലപ്പ് ടെസ്റ്റ് കേസ് ഫോർമാറ്റ്. ടെസ്റ്റ് കേസിന് വേണ്ടിയിട്ട് ഒരു ഫോർമാറ്റ്, ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, ടെസ്റ്റ് കേസ് ഫോർമാറ്റ് ഡെവലപ്പ് ചെയ്ത് വെക്കുന്നു. ടെസ്റ്റ് കേസ് പ്ലാൻ, പ്രയോറിറ്റൈസ് ടെസ്റ്റ് കേസസ്, ഡിഫൈൻ ദ ഏരിയാസ് ഓഫ് സ്ട്രെസ്.
അതിനുശേഷം ഡിസിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ടെസ്റ്റ് കേസിൻ്റെ ഒരു ഫോർമാറ്റ് ഡെവലപ്പ് ചെയ്യാണ്. അതിന് ഒരു പ്ലാൻ വേണം. അതുപോലെ തന്നെ ടെസ്റ്റ് കേസസിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. അതായത് ഒന്നിലധികമോ ടെസ്റ്റ് കേസ് ഉണ്ടാവും. അതിനെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി എന്താണ്, ഓരോ ഏരിയ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണ് അതിനെ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യാൻ, ഏരിയാസ് ഓഫ് സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റ് പ്ലാനിങ്ങിൽ വരുന്നത്. ആദ്യത്തെ ഫേസ് ആയിട്ടുള്ള ടെസ്റ്റ് പ്ലാനിങ്ങിൽ ഇത്ര കാര്യങ്ങളാണ് വരുന്നത്. ഡിസിഷൻ എടുക്കുന്നു, ആ ഡിസിഷനെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് മാറ്റുന്നു, അതിനെ ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നു. അതിനുശേഷം ഒന്നും കൂടെ അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞ 4 കാര്യങ്ങൾ എന്താണ്, ടെസ്റ്റ് കേസിന് വേണ്ടിയിട്ട് ഫോർമാറ്റ് ഡെവലപ്പ് ചെയ്യും. പിന്നെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യും. അതുപോലെ തന്നെ ഏരിയാസ് ഓഫ് സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റ് പ്ലാനിങ്ങിൽ വരുന്നത്. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഡിസൈൻ ആണ്. ടെസ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് കേസിനെയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു ഫോർമാറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ എന്തിലേക്ക് മാറ്റണം, അതിനെ ഒരു ഡിസൈനിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡെവലപ്മെൻറ്റിൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചറൽ വ്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ടെസ്റ്റ് കേസ് ആണ്. ടെസ്റ്റ് കേസ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ എന്ന് പറയുമ്പം എന്തിൻ്റെയാണ്, ടെസ്റ്റ് കേസിനെയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. വൺ ഓഫ് ദ മേജർ ആക്ടിവിറ്റീസ് ഇൻ ടെസ്റ്റിംഗ് ഈസ് ദ ഡിസൈൻ ഓഫ് ടെസ്റ്റ് കേസ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ടെസ്റ്റ് കേസിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ ടെസ്റ്റ് കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ റിസൾട്ട്. അപ്പോൾ ടെസ്റ്റ് കേസ് എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു ഗുഡ് ക്വാളിറ്റി ടെസ്റ്റ് കേസ്, ഒരു അക്യുറേറ്റ് റിസൾട്ട് കിട്ടുന്ന ടെസ്റ്റ് കേസ് ആയിരിക്കണം ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്ന ഫേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഇറ്റ് ഈസ് എ വെൽ പ്ലാൻഡ് പ്രോസസ്സ്. അതുപോലെ തന്നെ ഒരു വെൽ പ്ലാൻഡ് പ്രോസസ്സ്. കാരണം എന്താണ്, ടെസ്റ്റ് കേസിൻ്റെ ഇമ്പോർട്ടൻ്റ് വളരെ കൂടുതലാണ്. ടെസ്റ്റ് കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തും നല്ല പ്ലാനിങ്ങോട് കൂടിയും ചെയ്യേണ്ട ഒരു ടാസ്ക് തന്നെയാണ് ടെസ്റ്റ് കേസ് ഡിസൈൻ എന്ന് പറയുന്നത്. ദ ടെസ്റ്റ് ഡിസൈൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫേസ് ആഫ്റ്റർ ടെസ്റ്റ് പ്ലാനിങ്. ഇറ്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ടെസ്റ്റ് ഡിസൈനിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിറ്റർമൈൻ ദ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദെയർ പ്രയോറിറ്റൈസേഷൻ. ഇനി ഇവിടെ ചെയ്യാനുള്ളത് എന്താണ്, ടെസ്റ്റിംഗ് പ്രോസസ്സിനെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തു വെക്കും. ടെസ്റ്റിംഗ് പ്രോസസ്സ്, ടെസ്റ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ കംപ്ലീറ്റ് ടെസ്റ്റിംഗ് പ്രോസസ്സിനെ പ്രയോറിറ്റീൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കും. ഇനി അടുത്തത്, പ്രിപ്പയറിംഗ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ബി ടെസ്റ്റഡ്. അറേഞ്ച്മെൻറ്റിന് ശേഷം പ്രയോറിറ്റിക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. എന്തൊക്കെ ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇനി അടുത്ത എന്താണ്, മാപ്പിംഗ് ഐറ്റം ടു ടെസ്റ്റ് കേസസ്. അപ്പം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഇനി അതിനെ ടെസ്റ്റ് കേസിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ പറയുന്നുണ്ട്, ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ഐറ്റംസ് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാണ്, ടെസ്റ്റ് കേസിലേക്ക് മാപ്പ് ചെയ്യാണ്. അതായത് ചില പ്രൊജക്റ്റിൽ പ്രീവിയസ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ച ടെസ്റ്റ് കേസ് മതിയായിരിക്കും. അതായത് കഴിഞ്ഞ പ്രൊജക്റ്റിനൊക്കെ വേണ്ടി ഡെവലപ്പ് ചെയ്ത സിമിലർ പ്രൊജക്റ്റാണ് ഇപ്പോഴും ചെയ്തതെങ്കിൽ ആ ടെസ്റ്റ് കേസ് യൂസ് ചെയ്യാം. അപ്പം അത്തരത്തിലുള്ള സിമിലർ ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് ഉണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് ടെസ്റ്റ് കേസിലേക്ക് മൂവ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ടെസ്റ്റ് കേസ് ഡിസൈൻ ടെക്നിക്സ്. ഇനി അതല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ഡിസൈൻ ചെയ്ത ടെസ്റ്റ് കേസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, സെലക്ഷൻ ഓഫ് ടെസ്റ്റ് കേസ് ഡിസൈൻ ടെക്നിക്സ്. ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, വൈറ്റ് ബോക്സോ ബ്ലാക്ക് ബോക്സോ സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്, ഏതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ക്രിയേറ്റിംഗ് ടെസ്റ്റ് കേസ് ആൻഡ് ടെസ്റ്റ് ഡാറ്റ, അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു പുതിയ ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യും. ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, ഏത് ടെക്നിക്കാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ടെക്നിക്കിനെ ബേസ് ചെയ്തിട്ട് പുതിയ ടെസ്റ്റ് കേസിനെ ഡിസൈൻ ചെയ്യും. സെറ്റിംഗ് അപ്പ് ടെസ്റ്റിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് ടൂൾ. ഇനി അടുത്തത്, ഏത് എൻവയോൺമെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ടൂൾസാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ, ടെസ്റ്റേഴ്സ്, ഇൻ്റർഫേസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് കൺസിഡർ ചെയ്യുക. ഇനി അടുത്ത് എന്താണ്, ക്രിയേറ്റിംഗ് ടെസ്റ്റ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്ത ടെസ്റ്റ് കേസ് എങ്ങനെയൊക്കെയാണ് റൺ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറയുന്നത്. ക്രിയേറ്റിംഗ് ടെസ്റ്റ്
പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ. നമ്മൾ ടെസ്റ്റ് കേസ് പുതിയത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റ് കേസ് എങ്ങനെയാണ് റൺ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റേജിലൂടെയാണ് ടെസ്റ്റ് ഡിസൈൻ കടന്നു പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രയോറിറ്റൈസേഷൻ. ടെസ്റ്റിംഗ് ഓപ്പറേഷൻ, കംപ്ലീറ്റ് ടെസ്റ്റിംഗ് ഓപ്പറേഷനെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കും. അതിനുശേഷം പ്രിപ്പയറിംഗ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ബി ടെസ്റ്റഡ്. അപ്പോൾ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. മാപ്പിംഗ് ഐറ്റം ടു ടെസ്റ്റ് കേസസ്. ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് ഡിസൈൻ ചെയ്ത ടെസ്റ്റ് കേസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. സിമിലർ പ്രൊജക്റ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റ് കേസസിലേക്ക് ഡയറക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റിംഗ് ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക? അതിനെ മാപ്പ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ഡിസൈൻ ചെയ്ത ടെസ്റ്റ് കേസസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? സെലക്ഷൻ ഓഫ് ടെസ്റ്റ് കേസ് ഡിസൈൻ ടെക്നിക്. പുതിയതായിട്ട് ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായ ടെക്നിക്സ് സെലക്ട് ചെയ്യുക. ഇനി ആ സെലക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ക്രിയേറ്റിംഗ് ടെസ്റ്റ് കേസസ് ആൻഡ് ടെസ്റ്റ് ഡാറ്റ. ഒരു ടെക്നിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ടെക്നിക്ക് വെച്ചിട്ട് ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ് അപ്പ് ദി ടെസ്റ്റ് എൻവയോൺമെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് ടൂൾ. ഇപ്പോൾ ഹാർഡ്വെയർ കോൺഫിഗറേഷനും ഇൻ്റർഫേസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആ ഒരു എൻവയോൺമെൻറ്റ്, കംപ്ലീറ്റ് എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. ഈ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ടെസ്റ്റ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ. അപ്പം എന്താ പറയുന്നത്? ഡിസൈൻ ചെയ്ത ടെസ്റ്റ് കേസ് എങ്ങനെയാണ് റൺ ചെയ്യുക, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എങ്ങനെയായിരിക്കും ടെസ്റ്റ് കേസ് റൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ടെസ്റ്റ് ഡിസൈൻ ഫേസിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് കഴിയുന്നതോടുകൂടി, ടെസ്റ്റ് ഡിസൈൻ കഴിയുന്നതോടുകൂടി ടെസ്റ്റ് കേസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാം. ഇനി അപ്പം അടുത്ത ഫേസ് എന്ന് പറയുന്നത് ടെസ്റ്റ് എക്സിക്യൂഷൻ ആണ്. അപ്പോൾ ടെസ്റ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നിടത്താണ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ, ഡെവലപ്പ് ചെയ്ത ടെസ്റ്റ് കേസ് വെച്ചിട്ട് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓൾ ടെസ്റ്റ് കേസസ് ആർ എക്സിക്യൂട്ടഡ് ഇൻക്ലൂഡിംഗ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. അപ്പോൾ രണ്ട് പ്രോസസ്സിലൂടെയാണ് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. വെരിഫിക്കേഷനും അതുപോലെ തന്നെ വാലിഡേഷനും. അപ്പോൾ കഴിഞ്ഞ സെമസ്റ്ററിൽ വെരിഫിക്കേഷനും വാലിഡേഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വി മോഡൽ വെച്ചിട്ട് വെരിഫിക്കേഷനിൽ എന്തൊക്കെ പ്രോസസ്സാണ്, വാലിഡേഷനിൽ എന്തൊക്കെ പ്രോസസ്സാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വെരിഫിക്കേഷൻ ടെസ്റ്റ് കേസസ് ആർ സ്റ്റാർട്ടഡ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഫേസ് ഓഫ് SDLC. അപ്പോൾ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് SDLC, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഓരോ ഫേസും എൻഡിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് വെരിഫിക്കേഷൻ. ഏതൊക്കെ ഫേസാണെന്ന് നമുക്കറിയാം. ഓരോ ഫേസിൻ്റെ എൻഡിലും വെരിഫിക്കേഷൻ പെർഫോം ചെയ്യാം. വാലിഡേഷൻ ടെസ്റ്റ് കേസസ് ആർ സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് എ മൊഡ്യൂൾ. അപ്പോൾ വാലിഡേഷൻ എന്ന് പറയുന്നത് ഓരോ മൊഡ്യൂളും, അതായത് കോഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, ഓരോ മൊഡ്യൂളും കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് വാലിഡേഷൻ പെർഫോം ചെയ്യുന്നത്. It is the decision of test team to opt for automation or manual execution. ഈ വെരിഫിക്കേഷനും വാലിഡേഷനും നമുക്കൊരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. അപ്പം എന്താ പറയുന്നത്? വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് SDLCൻ്റെ ഓരോ ഫേസും എൻഡിൽ പെർഫോം ചെയ്യാം. വാലിഡേഷൻ എന്ന് പറയുന്നത് ഓരോ പ്രോഗ്രാം മൊഡ്യൂളും ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് വാലിഡേഷൻ പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഡിസിഷൻ ഓഫ് ദ ടെസ്റ്റ് ടീം ടു ഓപ്റ്റ് ഫോർ ഓട്ടോമേഷൻ ഓർ മാനുവൽ എക്സിക്യൂഷൻ. അപ്പം ഏത് ഓപ്പറേഷൻ, സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് വേണോ ഡൈനാമിക് ടെസ്റ്റിംഗ് വേണോ എന്നുള്ള ഡിസിഷൻ ആരുടെ കയ്യിലാണ്? ടെസ്റ്റിംഗ് ടീമിൻ്റെ കയ്യിലാണ്. അവർക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. The test results are documented in the test incident report, test log, testing status and test summary report. അപ്പോൾ ഓരോ ഫേസിലും ഡോക്യുമെൻ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് എക്സിക്യൂഷൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, ടെസ്റ്റ് എക്സിക്യൂഷനിൽ അതൊരു ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത് ഇൻസിഡൻറ്റ് റിപ്പോർട്ട്, ടെസ്റ്റ് ലോഗ്സ്, ടെസ്റ്റ് സ്റ്റാറ്റസ് ആൻഡ് ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട്. ഈ ഡോക്യുമെൻറ്റ്സിലാണ് ആ ഒരു എല്ലാ കംപ്ലീറ്റ് പ്രോസസ്സും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത്. 3 ലോഗ്. അപ്പോൾ ഇതിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് എക്സിക്യൂഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് കഴിയുന്നതോടുകൂടി അവിടെ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഒന്നല്ലെങ്കിൽ എറർ ഉണ്ടാവാം, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സക്സസ് ആണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്, എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെയാണ്, ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും എറർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ കയ്യിലേക്ക് ഒരു എറർ റിപ്പോർട്ട് ചെയ്യുന്നു. അവരതിനെ വീണ്ടും എന്ത് ചെയ്യാണ്? കറക്റ്റ് ചെയ്ത് വീണ്ടും ടെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. വീണ്ടും ഈ ടെസ്റ്റ് എക്സിക്യൂഷൻ വരെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത്, അതായത് ടെസ്റ്റ് എക്സിക്യൂഷൻ കഴിഞ്ഞാൽ എറേഴ്സ് ഒന്നും ഇല്ല,
കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പോസ്റ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് റിവ്യൂ ആണ് ലാസ്റ്റ് ഫേസ് വരുന്നത്. ആഫ്റ്റർ സക്സസ്ഫുൾ ടെസ്റ്റ് എക്സിക്യൂഷൻ bugs will report to the concerned developers. This phase is to analyze bug related issues and get feedback so that maximum number of bugs can be removed. എന്താ പറഞ്ഞിരിക്കുന്നത്, ടെസ്റ്റിങ്ങിന് ശേഷം എന്തെങ്കിലും ബഗ്സിനെ എറേഴ്സിനെ റിപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ബഗ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്ക് റിപ്പോർട്ട് ചെയ്യാണ്, അതിൻ്റെ ഡെവലപ്പേഴ്സിന് റിപ്പോർട്ട് ചെയ്യാണ്. ദിസ് ഫേസ് ഈസ് ടു അനലൈസ് ബഗ് റിലേറ്റഡ് ഇഷ്യൂസ് ആൻഡ് ഗെറ്റ് ഫീഡ്ബാക്ക് സോ ദാറ്റ് മാക്സിമം നമ്പർ ഓഫ് ബഗ്സ് ക്യാൻ ബി റിമൂവ്ഡ്. അപ്പം ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഡെവലപ്പേഴ്സിൻ്റെ സൈഡിൽ ഇനി ആ ഒരു ബഗ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഓരോ ബഗ്ഗിനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മളൊരു ബഗ് മോഡൽ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡൽ പഠിച്ചപ്പോൾ അവിടെ ഒരു എല്ലാ ബഗ്ഗിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബഗ് മോഡലിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബഗ്ഗിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിനെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഡെവലപ്മെൻറ്റിൻ്റെ സൈഡിലായാലും ടെസ്റ്റിങ്ങിൻ്റെ സൈഡിലായാലും ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ നമുക്ക് റെഫർ ചെയ്യാൻ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഓരോ ബഗ്ഗിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയും റെഫർ ചെയ്യാൻ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ആസ് സൂൺ ആസ് ദ ഡെവലപ്പർ ഗെറ്റ്സ് ദി ബഗ് റിപ്പോർട്ട് ഹി പെർഫോംസ് ദി ഫോളോയിങ് ആക്ടിവിറ്റി. അപ്പം ഒരു ബഗ് ഉണ്ടായി അതിനെ ഡെവലപ്പറിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെവലപ്പർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അണ്ടർസ്റ്റാൻഡിങ് ദ ബഗ്, റീപ്രൊഡ്യൂസിങ് ദി ബഗ്, അനലൈസിങ് ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് ദി ബഗ്. അണ്ടർസ്റ്റാൻഡിങ് ദ ബഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യും. റീപ്രൊഡ്യൂസ് ദ ബഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രോസ് ചെക്കിന് വേണ്ടിയിട്ട് അതിനൊന്നും കൂടെ ആ ഒരു ഫെയിലർ ഒന്നും കൂടെ റീപ്രൊഡ്യൂസ് ചെയ്ത് നോക്കും. ഈ അനലൈസിങ് ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് ദി ബഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ രണ്ട് സ്റ്റേജിന് ശേഷവും അനലൈസിന് ശേഷവും റീപ്രൊഡ്യൂസിന് ശേഷവും എന്ത് ചെയ്യാണ്, അതിനെ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് നോക്കുകയാണ്. അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് റിവ്യൂവിൽ വരുന്നത്. അതിനുശേഷം ഡെവലപ്പർ അതിനെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുകയാണ്, ടെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ടെസ്റ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഫേസ് ആണ് ടെസ്റ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആണ് ഇവിടെ, ഡിസിഷൻസ് ആണ് ഇവിടെ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻ്റ്. അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ടെസ്റ്റ് കേസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. പെർഫോം ചെയ്യുന്നില്ല പക്ഷേ ഡിസൈഡ് ചെയ്യുന്നുണ്ട്, ഫോർമാറ്റ് ഡെവലപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ടെസ്റ്റ് ഡിസൈനിലേക്ക് വരുമ്പോൾ ടെസ്റ്റ് കേസ് ആണ് അവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ടെസ്റ്റ് എക്സിക്യൂഷൻ, വെരിഫിക്കേഷനിലൂടെയും വാലിഡേഷനിലൂടെയും ടെസ്റ്റിംഗ് ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പം എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എറേഴ്സ് ഉണ്ടാവുമ്പം അത് എങ്ങോട്ടേക്ക് കൊടുക്കണം, ഡെവലപ്പേഴ്സിന് റിപ്പോർട്ട് ചെയ്യണം. ഡെവലപ്പേഴ്സ് അതിനെ നെസസറി ആക്ഷൻസ് പെർഫോം ചെയ്യണം, അതിനെ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യുമ്പം 3 സ്റ്റെപ്പിലൂടെയാണ് അതിനെ ഫിക്സ് ചെയ്യുന്നത്: അണ്ടർസ്റ്റാൻഡിങ്, റീപ്രൊഡ്യൂസിങ്, അനലൈസിങ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തഡോളജി. അപ്പം ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ മോഡലിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഫിഗറിന് മാർക്കുള്ളതാണ്. അപ്പം മെത്തഡോളജി എന്ന് പറയുന്നത് ഈ ഫിഗർ വരച്ചിട്ട് ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വേണ്ടത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തഡോളജി ഈസ് ദ ഓർഗനൈസേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ബൈ മീൻസ് ഓഫ് വിച്ച് ദി ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ടെസ്റ്റ് ടാക്ടിക്സ് ആർ അച്ചീവ്ഡ്. ഇവിടെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി പറയുന്നുണ്ട്, ടെസ്റ്റിംഗ് ടാക്ടിക്സ് പറയുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടെസ്റ്റ് ഫാക്ടർ, ടെസ്റ്റ് ഫേസ്. ഇപ്പോൾ ഓരോ ടേമും നോക്കുകയാണെങ്കിൽ ചിലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിൽ മെയിനായിട്ടും വരുന്ന എന്തൊക്കെയാണ്, വെരിഫിക്കേഷൻ ഉണ്ട്, വാലിഡേഷൻ ഉണ്ട്, ടെസ്റ്റ് ഫാക്ടേഴ്സ്, ടെസ്റ്റ് ഫേസ്, വാലിഡേഷൻ തന്നെ യൂണിറ്റ് ഇൻ്റഗ്രേഷൻ സിസ്റ്റം. ഈ ഓരോ ടെസ്റ്റിങ്ങും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ടെസ്റ്റ് ടാക്ടിക്സ് എന്ന് പറയുമ്പം ടെക്നിക്സും ടൂൾസും ആണ് പറയുന്നത്. ടെക്നിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. ഡൈനാമിക്കിൽ തന്നെ ബ്ലാക്ക് ബോക്സ് വരുന്നുണ്ട്, വൈറ്റ് ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇനി അടുത്ത മൊഡ്യൂളിൽ കംപ്ലീറ്റ് പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ടൂൾസ് എന്ന് പറയുന്നത് 3rd മൊഡ്യൂളാണ് വരുന്നത്. അപ്പോൾ ഈ ടാക്ടിക്സ് കംപ്ലീറ്റ് നമ്മൾ അടുത്ത മൊഡ്യൂൾസിലാണ് പറയാൻ പോകുന്നത്. ഇനി വാലിഡേഷൻ എന്ന് പറയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്താണെന്ന് നമുക്കറിയാം, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, സിസ്റ്റം ടെസ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി പുതിയ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ടെസ്റ്റ് ഫാക്ടറും ടെസ്റ്റ് ഫേസും ആണ്.
ടെസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ഏരിയയിലാണ് റിസ്ക് വരാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ റിസ്ക് ആണ് വരാൻ ചാൻസ് ഉള്ളത്, അതിനെയാണ് ടെസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെ ഫേസസ് ആണ് ടെസ്റ്റിങ്ങിലുള്ളത്? ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ് ടെസ്റ്റ് ഫേസ്. ഇപ്പം ഈ ഫിഗർ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഇതിലെ ഓരോ കാര്യങ്ങളും വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഇനിയുള്ള ടോപ്പിക്കാണ്. ഇനി ബാക്കിയുള്ള വെരിഫിക്കേഷനും വാലിഡേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നതും വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ആണ്. ഇനി താഴെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ അടുത്ത 2 മൊഡ്യൂളായിട്ട്, ടെക്നിക്സ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കും, ടൂൾസ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കും. ഈ ടെസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ടെസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫേസസ്, ഡിഫറെൻറ്റ് ഫേസസ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു പോയിട്ടുള്ളതാണ്.